കേരള നിയമസഭയിൽ UDF-ലെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 3.5 പതിറ്റാണ്ടിന് ശേഷം ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണ്. മുഹമ്മദ് മൊഹസീനായിരുന്നു LDF-ന്റെ സ്ഥാനാർത്ഥി. അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നിന്ന് BJP-യുടെ 3 MLA-മാരും വിട്ടുനിന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് സഭയിൽ നിന്നും ചേരുകയാണ്. പ്രശാന്ത്, വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടന്നത്. സ്വാഭാവികമായും വിജയം ഷാനിമോൾ ഉസ്മാന് തന്നെയാണ്. ഒപ്പം BJP MLA-മാർ വിട്ടുനിന്നു. മാത്രമല്ല, അതിനുശേഷം അല്പസമയം മുൻപ് BB ഗോപകുമാർ സംസാരിക്കുന്നതിനിടയിൽ വലിയ നാടകീയ രംഗങ്ങൾ അവിടെ അരങ്ങേറിയല്ലോ. എന്താണ് സഭയിൽ സംഭവിച്ചത്? ഗൗതം, സഭയുടെ 3.5 പതിറ്റാണ്ട് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ അംഗം ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. UDF-ന്റെ അരൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച MLA ആയിട്ടുള്ള ഷാനിമോൾ ഉസ്മാനെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുത്തത്. അതായത് പ്രതിപക്ഷ അംഗങ്ങളും ഈ സ്ഥാനാർത്ഥി നിർത്തിയതോട് പ്രതിപക്ഷ അംഗങ്ങളും സ്പീക്കറായി തിരഞ്ഞെടുക്കാൻ സ്ഥാനാർത്ഥി നിർത്തിയതോടുകൂടിയാണ് ഒരു വോട്ടെടുപ്പ് എന്ന നിലയിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് പിന്നീട് വോട്ടെടുപ്പ് നടക്കുകയും വോട്ടെടുപ്പ് 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഷാനിമോൾ ഉസ്മാനെ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കുന്നത്. തുടർന്ന് മറ്റ് അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നൽകി. ആ അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പുവയ്ക്കാതെ BJP വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം, സ്വതന്ത്രമായൊരു നിലപാട് BJP സ്വീകരിച്ചിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് ഇത്തരത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ചട്ടവിരുദ്ധമാണെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിലുള്ള അടിയന്തര പ്രമേയമാണ് നൽകിയത്. ഇത് ഇടതും വലതും ഒരേ നിലപാട് സ്വീകരിക്കുന്ന സഭയിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ പുറത്തും ഇത്തരത്തിൽ ഒരേ നിലപാടുകൾ സ്വീകരിക്കുന്നതായതുകൊണ്ട് തന്നെ BJP ഒരു സ്വതന്ത്ര നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയ ചർച്ചയിൽ BJP ഒപ്പുവെച്ചില്ല. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ നാടകീയമായ ചില നീക്കങ്ങൾ കൂടി അരങ്ങേറിയത്. ഗൗതം, BB ഗോപകുമാർ സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുവാൻ ഇടതുപക്ഷത്തിന്റെ MLA-മാർ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം അത് കൂസാക്കാതെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കി. കേരളത്തിന്റെ ഈ ഗതികേടിന് ഇത്രയും വലിയ കടം കേരളത്തിൽ ഉണ്ടാക്കിയത് ഈ സംസ്ഥാനം മാറി മാറി ഭരിച്ച 2 മുന്നണികളാണ് എന്ന ശക്തമായ പ്രതിഷേധം, BJP-യുടെ പ്രതിഷേധം BB ഗോപകുമാർ തന്റെ കന്നിപ്രസംഗത്തിൽ തന്നെ നിയമസഭയിൽ ഉയർത്തി. അതിനിടയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് നിയമസഭയിൽ നിന്നും ചേർന്നത്.